അതിന്റെ പേരില് ലവ് ജിഹാദ് എന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇസ്ലാമിലേക്ക് ആളുകൾക്ക് എപ്പോഴും വരാം. ഇസ്ലാമിന് ആള് പോകുമ്പോൾ കൊടുവാരെടുത്ത് ഞങ്ങൾ പോകില്ല, അതാർക്കും പോവാം. ഇപ്പൊ ലവ് ജിഹാദ് ആഷിഖ് അബു എന്ന് പറയുന്ന സിനിമാ നടനും റീമ കല്ലിങ്കൽ എന്ന് പറയുന്ന സിനിമാ നടിയും വിവാഹിതരാകാൻ പോവാണെന്നാണ് ഇപ്പോഴത്തെ വാർത്ത. പടച്ചോൻ, അതിനിപ്പോ പോപ്പുലർ ഫണ്ടിന്റെ അക്കൗണ്ടിൽ വരുമെന്ന് അറിയൂലേ. കാരണം ആഷിഖ് അബു എന്നുള്ള പേര് കേൾക്കുമ്പോൾ ബേജാറാണ്. കാരണം ഇതൊക്കെ സമാധാനം പറയേണ്ടപ്പോ ഞങ്ങളാണ്. എല്ലാ ഏത് വൈകാരം വന്നാലും കോഴിക്കാനുള്ള സൂര്യല്ലാത്ത ഇതിപ്പോ നിങ്ങൾ പോപ്പുലർ ഫണ്ടുകാർ സമാധാനം പറയേണ്ടി വരുമെന്ന് അറിയില്ല. എന്തായാലും കെട്ടിക്കോട്ടെ, അത് ലവ് ജിഹാദാണോ അല്ലേ എന്നൊക്കെ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങളുടെ പ്രവർത്തകർ ഇപ്പോ 180 ദിവസമാണ് UAPA പ്രകാരം തടവിലിട. 150 ദിവസം ജാമ്യം ചോദിച്ച് അങ്ങോട്ട് ചെല്ലാൻ പാടില്ല. 150 ദിവസം, 6 മാസം എന്നെ കേസ് അന്വേഷിച്ചു. നിങ്ങൾ നോക്കി എത്ര വേഗമാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ പറയുന്നത് വെറുതെ സംഭവിക്കുന്നില്ല, വളരെ ആസൂത്രിതമായിട്ടാണ് സംഭവിക്കുന്നത്. കേസ് അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്ന് NIA ഏറ്റെടുത്തു. NIA ഏറ്റെടുത്തിട്ട് NIA കുറ്റപത്രം സമർപ്പിച്ചു. എപ്പോഴാ കുറ്റപത്രം സമർപ്പിച്ച സമയം നിങ്ങൾ നോക്കണം. 6 മാസം തികയാൻ പോകുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് കുറ്റപത്രം സമർപ്പിച്ചു നാറാത്ത കേസിൽ. എന്താ കാരണം? കുറ്റപത്രം സമർപ്പിച്ചാൽ പിന്നെ ജാമ്യം കിട്ടൂല കുറച്ചു കാലത്ത്. കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞ ജാമ്യം അപേക്ഷ കൊടുക്കായിരുന്നു. ഇനി അത് പറ്റൂല. ഇനി കുറ്റപത്രത്തിന് അനുസരിച്ചേ ജാമ്യം പരിഗണിക്കുള്ളൂ. കുറ്റപത്രത്തിന് പ്രതിയുടെ റാങ്കും പ്രതിയുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇനി ജാമ്യം കൊടുക്കുക. നിങ്ങൾ നോക്ക്, 6 മാസം കറക്റ്റ് ആകുമ്പോ കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ് NIA. ഞങ്ങളുടെ പോപ്പുലർ ഫണ്ടിന്റെ പ്രവർത്തകർക്ക് നേരെ ഈ രീതിയിലുള്ള പെരുമാറ്റം, UAPA എന്ന് പറയുന്ന നിയമത്തിനെതിരെ കേരളം മുഴുവൻ ഞങ്ങൾ സമരം നടത്തിയതാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ രാജ്യത്തിലെ ഈ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ റാലി നടത്തിയാണ് തിരുവനന്തപുരത്ത്. എന്തിനാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്? UAPA എന്ന് പറയുന്ന നിയമം ഈ രാജ്യത്ത് അത്തരമൊരു നിയമം കരി നിയമമാണ് എന്ന്. ഒരുപാട് നിയമം രാജ്യത്തുണ്ട്. ഇന്ത്യൻ പീനൽ കോഡ് പോലെ ഒരുപാട് നിയമമുണ്ട്. ഇതൊക്കെ പോരെ? UAPA എന്ന് പറയുന്നത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില ആളുകൾ ഒതുക്കാനുള്ള സാധനമാണ്. UAPA ഒരു വകുപ്പ് ഒരു സംഘടനയെ നിരോധിച്ചാൽ, UAPA പ്രകാരം നിരോധിച്ചാൽ 5 വർഷത്തേക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റില്ല. 5 കൊല്ലത്തേക്ക്. അപ്പൊ ഈ രാജ്യത്തെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ ഏറ്റെടുത്താൽ, ഇപ്പൊ കോൺഗ്രസ് അധികാരം ഏറ്റെടുത്താല്, കോൺഗ്രസ് അന്ന് അധികാരം ഏറ്റെടുക്കുന്ന അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ UAPA പ്രകാരം നിരോധിച്ചാൽ 5 കൊല്ലത്തേക്ക് കോൺഗ്രസിന് സുഖമായിട്ട് ഭരിക്കാം. ആരും പേടിക്കേണ്ടില്ല. ഇതുപോലുള്ള നിയമങ്ങള് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നുന്നതാണ് അവിടെ ഒരു തീവ്രവാദ പ്രവർത്തനമാണ് അയാൾ നടത്തുന്നത് തോന്നിയാൽ മതി, പിടിച്ചുകൊണ്ടുപോവാ. അയാളുടെ